ഏവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എൻട്രൻസുകാർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത സാധാരണ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒരു രീതിയല്ല ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിന് 3 മെത്തേഡ് ഉണ്ട് എന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ സാധാരണ നമ്മൾ പഠിച്ചിരുന്ന ഒറ്റ മെത്തേഡായിരിക്കും അല്ലേ? ആ മെത്തേഡിൽ കൂടെ മാത്രമേ നമ്മൾ പോവുള്ളൂ. വേറെ ഒരു മെത്തേഡ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയുള്ള 3 മെത്തേഡ്. എന്തിനു വേണ്ടിയാണ്? ഇനി നിങ്ങളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഒറ്റ മെത്തേഡ് അല്ല, പല വഴിയുണ്ട്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ പല വഴി മനസ്സിൽ വരണം, എന്നെങ്കിലേ സ്പീഡിൽ തീർക്കാൻ പറ്റുള്ളൂ. ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചിന്തിക്കാൻ തോന്നണം, ഒരൊറ്റ വഴി അല്ലായിരിക്കും ഇതിന്, വേറെ വഴി ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു പുതിയ വഴി കിട്ടുന്നതും സ്പീഡ് കിട്ടുന്നതും. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. എല്ലാവരും കട്ടയ്ക്കുന്ന അടിപൊളിയായിട്ട് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ, അല്ലാതെ ഇതൊരു വലിയ ക്വസ്റ്റ്യനേ അല്ല കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യനാ, ചെറുതാണ്, അല്ലാതെ ഒട്ടുമേ വലുതല്ല. പക്ഷെ ഇതിനുള്ളിലുള്ള ഈ പ്രത്യേകത നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 3 മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് മെത്തേഡിലോട്ട് കയറാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, മെത്തേഡ് 1. നമുക്ക് ആദ്യം അങ്ങോട്ട് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ദറ്റ് ഈസ് എക്സ് റേസ് ടു എം പ്ലസ് വൈ റേസ് ടു എം ഈസ് ഈക്വൽ ടു 1. എന്താ ക്വസ്റ്റ്യൻ എന്ന് വായിച്ചു നോക്കിയേ. ഇഫ് എക്സ് റേസ് ടു എം പ്ലസ് വൈ റേസ് ടു എം ഈസ് ഈക്വൽ ടു 1, ഷോ ദാറ്റ് എന്നല്ല, ആൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൈ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നെക്സ്റ്റ് എന്ത് തന്നിട്ടുണ്ട്, ഡി വൈ ബൈ ഡി എക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ കേട്ടോ. എക്സ് റേസ് എം പ്ലസ് വൈ റേസ് എം ഈസ് ഈക്വൽ ടു 1 ആൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഗിവൺ ബൈ മൈനസ് എക്സ് ബൈ വൈ, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എം. അപ്പോൾ ഈ 2 കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഈ എമ്മിൻ്റെ പ്ലേസിൽ ആര് വരണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങോട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എക്സ് റേസ് എം പ്ലസ് വൈ റേസ് എം ഈക്വൽ ടു 1, ഡെറിവേറ്റീവ് എടുക്കാം, ഡിഫറൻഷ്യേറ്റിംഗ്. ഓക്കെ, ഡിഫറൻഷ്യേഷൻ നടത്തുമ്പോൾ എന്താ മനസ്സിൽ കിട്ടുന്നത് നോക്കാം. എക്സ് റേസ് എൻ പോലാണ്, ദറ്റ് ഈസ് എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 1. വൈ റേസ് എമ്മിൻ്റേത് എം ഇൻറ്റു വൈ റേസ് ടു എം മൈനസ് 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അറിയാമല്ലോ, വൈ ചെയ്യുമ്പോൾ ഡിവൈഡ്സ് വേണം, 1ൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരാളെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഇയാളെ അപ്പുറത്ത് കൊണ്ടുപോകും ഡി വൈ ബൈ ഡി എക്സ് ഉള്ളതിന് മാത്രം ഇപ്പുറത്ത് ഇടണം. ദറ്റ് ഈസ് എം ഇൻറ്റു വൈ റേസ് ടു എം മൈനസ് 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എം ഇൻറ്റു, അത് അപ്പുറത്ത് ചെല്ലുമ്പോൾ മൈനസ് എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് 1. എമ്മിനെയൊക്കെ നമുക്ക് വെട്ടിക്കളയാം, ആദ്യമേ വെട്ടിക്കളയായിരുന്നു, ഞാൻ അപ്പുറത്ത് കൊണ്ട് വെട്ടിക്കളഞ്ഞതേ ഉള്ളൂ. ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് വേണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ മൈനസ് എക്സ് റേസ് ടു എം മൈനസ് 1 ഡിവൈഡഡ് ബൈ വൈ റേസ് ടു എം മൈനസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കേ, രണ്ടിൻ്റെയും പവർ സെയിം ആയതുകൊണ്ട് ദറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൈ ഹോൾ റേസ് ടു എം മൈനസ് 1 എന്നെഴുതാം. ശരിയല്ലേ? എക്സ് റേസ് എം മൈനസ് 1, വൈ റേസ് എം മൈനസ് 1, രണ്ടിൻ്റെയും പവേഴ്സുകൾ സെയിം. അപ്പോൾ ഹോൾ റേസ് എം മൈനസ് 1 എഴുതാം. അപ്പോൾ മൈനസ് എക്സ് ബൈ വൈ ഹോൾ റേസ് എം, ഇതാണ് നമുക്ക് കിട്ടിയ ഡി വൈ ബൈ ഡി എക്സ്. അവർ തന്ന ഡിവൈഡ്സ് മൈനസ് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ബൈ വൈ ഹോൾ റേസ് ടു 1 എന്ന്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയത് മൈനസ് എക്സ് ബൈ വൈ ഹോൾ റേസ് എം മൈനസ് 1, അവർക്ക് കിട്ടിയത് മൈനസ് എക്സ് ബൈ വൈ ഹോൾ റേസ് ടു 1. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഈ പവറുകളെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ, ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടിയതും അവർ തന്നതും. ഓക്കെ, അപ്പോൾ എം മൈനസ് 1 ഈക്വൽ ടു എത്ര ഇക്വേറ്റ് ചെയ്യാം, 1 എന്ന് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എം മൈനസ് 1 ഈക്വൽ ടു 1 ഓർ എം ഈക്വൽ ടു 1 പ്ലസ് 1. ആൻസർ ഈസ് ആരാണ്, 2. ഓക്കെ, ഇതൊരു മെത്തേഡ്. ഓക്കെ ആണല്ലോ, ഇത് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. മെത്തേഡ് 2. ഇനി ഇത് നമ്മുടെ ഫംഗ്ഷൻ, ഇത് നമുക്ക് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത് നമ്മുടെ ഫംഗ്ഷന്, ഇതതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇത് കിട്ടണം. ഓക്കെ, അങ്ങനെയുണ്ട് കേട്ടോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെറിവേറ്റീവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഒറിജിനൽ ഫംഗ്ഷൻ എത്തണം. നമ്മൾ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി സി കിട്ടും. ഡി വൈ ബൈ ഡി സി കിടക്കുന്നതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫംഗ്ഷൻ കിട്ടണം, തിരിച്ചു വരണം. നമ്മളിവിടുന്ന് ഒരു സ്ഥലം വരെ പോയി തിരിച്ചു വരുന്ന പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ആ മെത്തേഡാണ് ഇവനെ കാണിക്കാൻ പോകുന്നത്. അയാൾ എടുക്കുകയാണ്, മീൻസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൈ. ഓക്കെ, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ വൈ ഡി വൈ ഈക്വൽ ടു മൈനസ് എക്സ് ഡി എക്സ്. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തോ, അത് ഇപ്പുറത്ത് വരുമ്പോൾ വൈ ഡി വൈ പ്ലസ് എക്സ് ഡി എക്സ് ഈക്വൽ എത്രയായി, 0. ഓക്കെ, ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് എന്നങ്ങോട്ട് എഴുതുക. ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ വൈ ഡി വൈ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ 0. വൈയുടെ ഇൻ്റഗ്രൽ എത്ര മോനെ, വൈ സ്ക്വയർ ബൈ 2 അറിയാമല്ലോ. എക്സിൻ്റെ ഇൻ്റഗ്രൽ എത്ര, എക്സ് സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു സി. ഇതെല്ലാം കോമൺ എടുക്കുമ്പോൾ നോക്കിക്കേ, കോമൺ ആയിട്ട് ബൈ 2 എടുക്കാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ബൈ 2 ഈക്വൽ ടു സി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 2c. ഓക്കെ,
അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 2c. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് റേസ് എം പ്ലസ് വൈ റേസ് എം ഈസ് 1 എന്നാണ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ് ഈ 1 ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കേ, പവർ തമ്മിൽ ഈക്വൽ ടു എക്സ് റേസ് എം പ്ലസ് വൈ റേസ് എം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നിങ്ങൾ ആ കോൺസ്റ്റന്റ് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. ഇവിടെ ഇപ്പോൾ 1 ആണ്, ഇവിടെ ഇപ്പോൾ 2c. നമ്മൾ രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ എമ്മുകളുടെ പ്ലേസുകളിൽ ഇവിടെ ആരാമനെ വന്നേക്കുന്നത് 2 കളില്ലയോ? അപ്പോഴും നമുക്ക് പറയാം എം ഈസ് ഈക്വൽ എത്രയാണ് 2. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ആയല്ലോ. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡ് 3. മെത്തേഡ് 3 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ എക്സ് റേസ് എം പ്ലസ് വൈ റേസ് എം ഈസ് ഈക്വൽ ടു 1 എന്നാണ് ക്വസ്റ്റ്യൻ. ഈ തന്നേക്കുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എമ്മിൻ്റെ വാല്യൂ അവർ തന്നേക്കുന്നത് 1 ആണ്, ഇതെത്ര 2 ആണ്, ഇത് 4 ആണ്, ഇതെത്രയാണ് 8 ആണ്. ഞാൻ ആദ്യം ഒരു ലോജിക്ക് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡി വൈ ബൈ ഡി എക്സിൻ്റെ ആൻസർ എക്സ് റേസ് കണ്ടോ മൈനസ് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞ പവറുകൾ 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഫംഗ്ഷനുള്ളിൽ അത് 2 ആയിരിക്കും. ഓക്കെ, ഫംഗ്ഷനുള്ളിൽ 2 ആകുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എത്ര 2x ഡിഗ്രി 1 ആവും അല്ലേ? അപ്പോൾ ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ 1 ഇപ്പോൾ എമ്മിൻ്റെ പ്ലേസിൽ നമുക്ക് 1 ആണോ എന്നൊരു സംശയം ഒന്ന് നോക്കാം. 1 ആണോ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, എമ്മിന് 1 കൊടുത്ത് എക്സ് റേസ് ടു 1 പ്ലസ് വൈ റേസ് ടു 1 ഈക്വൽ ടു 1. ഡിഫറൻസിയേഷൻ നടത്തിയാൽ എങ്ങനെയാണ് മോനെ കിട്ടുന്നത്? എക്സിന് ഡെറിവേറ്റീവ് 1, വൈയുടെ എത്ര ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 0. ദെർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -1 എന്നാണ് കിട്ടിയത്. ഓക്കെ, നമുക്ക് കിട്ടിയത് ഇതല്ല, അതുകൊണ്ട് എമ്മിൻ്റെ വാല്യൂ 1 അല്ല എന്ന് ഉറപ്പിച്ചു. ഓക്കെ, ഇനി 2 കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കുക. 2 കൊടുത്തു കഴിഞ്ഞാൽ എമ്മിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, എക്സ് സ്ക്വയർ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിഫറൻഷ്യൽ പറയുമ്പോൾ 2x, വൈ സ്ക്വയർ എത്ര മോനെ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 1/0. അവിടുന്ന് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു പ്ലസ് 2x, അപ്പുറത്ത് നമ്മൾ -2x. Therefore dy by dx equal to -2x divided by 2y. 2 cancel minus x by y. ഓ കിട്ടി കണ്ടോ, -x/y കിട്ടി. അപ്പോൾ എമ്മിൻ്റെ പ്ലേസിൽ ആര് വരണമെന്ന് നമ്മളെ 2 ഉണ്ടോ? അപ്പോൾ ഈ 3 രീതിയിൽ കൂടെ ഈ പ്രോബ്ലത്തിന് ചെയ്യാമായിരുന്നു എന്നുള്ളത് കാണിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ കേസിൽ നിന്നും എമ്മിൻ്റെ വാല്യൂ എത്ര കിട്ടിയത് 2 ആണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് പ്രയോജനമോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വാല്യുബിളായിട്ട് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് പ്രയോജനം എല്ലാ കാര്യങ്ങളും തന്ന് ക്ലാസ്, ഇൻസ്ട്രക്ഷൻസ്, മെറ്റീരിയൽസ് എല്ലാം തന്നുള്ള ക്ലാസ് കിട്ടും. നെക്സ്റ്റ് നിങ്ങൾ 2025 കീമ NDA JEE എല്ലാം നിങ്ങൾ എഴുതാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.